ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ആദ്യത്തെ സബ്ജക്റ്റായിട്ട് ഇടാൻ പോകുന്നത് കാനറ ബാങ്കിൻ്റെ ചെക്കും കാര്യങ്ങളും എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്നുള്ളതാണ്. നമുക്കെന്നാൽ നേരെ വീഡിയോയിലോട്ട് പോയാലോ? നേരെ നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഡി മന്ത് ഇയർ ഏറ്റവും മുകളിൽ കാണുന്നതാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കത് പറയാം. പിന്നീട് ഒരു കാര്യം, നമ്മൾ വേറെ ഒരാൾക്ക് ചെക്കും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ ഡേറ്റ് ഇട്ടാണ് കൊടുക്കുന്നതെങ്കിൽ 3 മാസം മാത്രമാണ് അതിൻ്റെ വാലിഡിറ്റി ഉള്ളത്. അതിനുശേഷം ചെക്ക് അസാധുവാകുന്നതാണ്. നമുക്കെന്നാൽ ഡേറ്റും മന്തും ഇയറും എഴുതിയതിന് ശേഷം പറയാം. അങ്ങനെ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ ഡേറ്റാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. 21/4/2026 എന്നാണ് ഡേറ്റും കാര്യങ്ങളും കൊടുത്തേക്കുന്നത്. അങ്ങനെ ഡേറ്റ് എഴുതാനുള്ളതിന് കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 3 മാസം മാത്രമാണ് വാലിഡിറ്റി ഉള്ളതെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരാൾക്കാണ് നമ്മൾ ചെക്ക് കൊടുക്കുന്നതെങ്കിൽ ഡേറ്റ് ഇടാതിരിക്കുന്നതാണ് മാക്സിമം നല്ലത്. അതിനുശേഷം നമുക്ക് ഈ പേ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് കിടക്കുന്നത്. പേ എന്ന് പറയുമ്പോൾ 2 രീതിയിൽ നമുക്ക് എഴുതാം. നമ്മളുടെ ചെക്ക് നമ്മൾ സ്വയം തന്നെ പോയി മാറുകയാണെങ്കിൽ അവിടെ സെൽഫ് എന്നാണ് എഴുതേണ്ടത്. നമ്മൾ വേറൊരാൾക്കാണ് നമ്മുടെ ചെക്ക് കൊടുക്കുന്നതെങ്കിൽ അവരുടെ നെയിമാണ് അവിടെ കൊടുക്കേണ്ടത്. നമുക്കെന്നാൽ ഫില്ല് ചെയ്തതിന് ശേഷം പറയാം. ഇപ്പം ഞാൻ പേ എന്നുള്ള ഓപ്ഷൻ്റെ അടുത്ത് സെൽഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാനാണ് ചെക്ക് പോയി മാറുന്നത് കൊണ്ടാണ് സെൽഫ് എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മളിപ്പം വേറൊരാൾക്കാണ് ചെക്ക് കൊടുക്കുന്നതെങ്കിൽ അത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കിയാലോ. എൻ്റെ ചെക്ക് ഞാൻ വേറൊരാൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ നിതിൻ എ എന്നാണ് അയാൾക്കാണ് ഞാൻ എൻ്റെ ചെക്ക് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നിതിൻ എ എന്ന് എഴുതി കൊടുക്കണം. അതിന് താഴെ റുപ്പീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എത്ര എമൗണ്ട് ആണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് അവിടെ എഴുതേണ്ടത്. അത് ഇംഗ്ലീഷ് ലെറ്ററിലാണ് എഴുതേണ്ടത്. നമ്മളങ്ങനെ കൊടുക്കേണ്ട എമൗണ്ട് എഴുതിയിട്ടുണ്ട്. 25 lakh ഉള്ളി, അതായത് 25 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഗ്യാപ്പ് ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. ഇങ്ങോട്ടുള്ള ഈ ഗ്യാപ്പുകളെല്ലാം നമുക്ക് ഇൻറ്റു മാർക്കും വരയും ചേർത്ത് ബാക്കി കളഞ്ഞിരിക്കണം കേട്ടോ. അത് വേറൊരു മിസ്യൂസും കാര്യങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ചിലരൊക്കെ ഇവിടെ ഒരുപാട് ഗ്യാപ്പ് ഇടും. പക്ഷേ അത്രയും ഗ്യാപ്പ് ഒന്നും ഇടണ്ട. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അത് എഴുതി തുടങ്ങുക. ബാക്കി വരുന്ന സ്ഥലങ്ങൾ നമ്മൾ ഇൻറ്റു മാർക്ക് ചെയ്ത് അത് മായിച്ച് കുത്തി വരച്ച് ഇട്ടേക്കണം. അതും കൂടെ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. 25 lakhs നമ്മൾ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന് തൊട്ട് ഇങ്ങോട്ടുള്ളിടത്തെല്ലാം നമ്മൾ ഇൻറ്റു മാർക്കും വരയും ചേർത്ത് ഇട്ടേപ്പുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ഈ റുപ്പീസിൻ്റെ അടുത്ത് ഫില്ല് ചെയ്യേണ്ടത്. അതിന് ശേഷമുള്ളതെന്ന് വെച്ചാൽ എത്ര എമൗണ്ടാണ് നമുക്ക് എടുക്കാനുള്ളതെന്നുള്ള ഇവിടെ അക്കത്തിൽ എഴുതണം കേട്ടോ. അതാണ് നെക്സ്റ്റ് നമുക്കുള്ളത്. അങ്ങനെ നമ്മൾ അക്കത്തിൽ എഴുതിയിട്ടുണ്ട് 25 ലക്ഷം എന്നുള്ളത്. 250000 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. എഴുതുമ്പം വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ഇത് അടുപ്പിച്ച് തന്നെ ആയിരിക്കണം ഇത് എഴുതേണ്ടത് കേട്ടോ. അതിനുശേഷം ഇങ്ങനെ ഒരു മാർക്ക് കൂടെ ചെയ്തിരിക്കണം. ചെക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് മിസ്യൂസ് നടക്കാനുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. നമ്മളിപ്പം ചെക്ക് എഴുതുന്നതിൻ്റെ ഒരു 90% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് എടുക്കണം. സൈഡിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ സിഗ്നേച്ചർ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. സിഗ്നേച്ചർ ഇട്ടിട്ട് കാണാം. ഒപ്പിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ പേരിന് മുകളിലായിട്ടാണ് നമ്മുടെ സിഗ്നേച്ചർ ചെയ്യേണ്ടത്. നമ്മൾ ആർക്ക് ചെക്ക് കൊടുത്താലും സിഗ്നേച്ചർ ഇട്ടേ കൊടുക്കാവുള്ളൂ. പിന്നെ വേറെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ബാങ്കിൽ കൊടുത്തിരിക്കുന്നത് ചെക്കിനകത്ത് ഒപ്പിടുന്നതും രണ്ടും സെയിം ആയിരിക്കണം. സെയിം അല്ലെങ്കിൽ പിന്നീട് അവിടെ നിന്ന് ഒരു ഫോം മേടിച്ച് ആധാർ ഫോട്ടോ എല്ലാം കൂടെ കുടിച്ച് പുതിയൊരു ഇത് കൊടുക്കേണ്ടി വരും. ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും സിഗ്നേച്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഒപ്പിടുമ്പം രണ്ടും സെയിം ആയിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമുക്ക് ബാക്ക് സൈഡിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ചെക്കിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ചെക്ക് എഴുതുമ്പോൾ നമ്മൾ ഒരിക്കലും മിസ്റ്റേക്ക് വരുത്താൻ പാടുള്ളതല്ല. ആ ചെക്ക് പിന്നീട് സ്വീകരിക്കുന്നതല്ല. അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഈ ബാക്കിൽ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ചെക്ക് ഞാൻ സ്വയം ബാങ്കിൽ പോയി മാറുകയാണെങ്കിൽ എൻ്റെ പേര്, എൻ്റെ ഒപ്പ്, എൻ്റെ ഫോൺ നമ്പർ ഇതാണ് എഴുതേണ്ടത്. അത് എഴുതിയതിന് ശേഷം ബാക്കി പറയാം. ഞാനിപ്പം നിഖിലെന്നും നിതിനെന്നും എഴുതിയിട്ടുണ്ട്. ഇത് എൻ്റെ പേരും ഇത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേരാണ്. അവരുടെ ഇപ്പം ഞാനാണ് കൊടുക്കുന്നതെങ്കിൽ എൻ്റെ പേരും ഒപ്പും
ഫോൺ നമ്പറുമാണ് ഇവിടെ എഴുതേണ്ടത്. കാര്യം ചിലപ്പം ബാങ്കിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമ്മളെ ഈ ഫോൺ നമ്പർ നമ്മളെ വിളിക്കാൻ വേണ്ടിയാണ് ഈ ഫോൺ നമ്പറും കാര്യങ്ങളും ചോദിക്കുന്നത്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഈ നിതിൻ എന്നുദ്ദേശിക്കുന്നത് ഞാൻ കൊടുക്കുന്ന ആളാണ്. ഇപ്പം ഞാൻ കൊടുത്ത ആളാണെങ്കിൽ അയാളുടെ പേരും അയാളാണ് ബാങ്കിൽ പോയി ചെക്ക് മാറുന്നെങ്കിൽ അയാളുടെ പേരും അയാളുടെ ഒപ്പും അയാളുടെ ഫോൺ നമ്പറുമാണ് കൊടുക്കേണ്ടത്. ഓക്കെ. പിന്നീട് വേറൊരു കാര്യം കൂടെ ഫ്രണ്ടും കൂടെ എടുത്തിട്ട് ഫ്രണ്ടിൽ നമ്മൾ കണ്ട ഇതേപോലെ ഒരു ക്രോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലോട്ടാണ് പൈസ വരേണ്ടതെന്നുള്ള അർത്ഥമാക്കാൻ വേണ്ടിയാണ് ഈ ഡബിൾ ടിക്ക് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു 100% നമ്മളൊരു ചെക്കും കാര്യങ്ങളും എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പരും ഇൻസ്റ്റാഗ്രാം ഐഡിയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്യുക. കൃത്യമായിട്ട് തന്നെ എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാനും മറക്കരുത്. ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പം പുതിയൊരു വീഡിയോ വരുന്നുണ്ടെങ്കിൽ വരെ ഒരു ചെറിയൊരു ബ്രേക്ക്.